വെൽക്കം. തഹമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ഹിമാറ്റിനിക്സിൽ പെടുത്താവുന്ന മരുന്നുകളാണ്. സോ ഹിമാറ്റിനിക്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ് നമ്മൾ പറയാം. അനീമിയയിലായിരിക്കും നമ്മളപ്പോൾ ഉപയോഗിക്കുക. അനീമിയയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഒന്ന് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന മരുന്നാണ്. എറിത്രോപോയിറ്റിൻ ഒരു ഹോർമോണാണ് ആൻഡ് ഓൾസോ എറിത്രോപോയിറ്റിൻ റിലേറ്റഡ് മരുന്നുകളാണ് ആൻഡ് ദിസ് ഈസ് ഇഞ്ചക്ഷൻ ആണ്. രണ്ടാമത്തത് HIF PH ഇൻഹിബിറ്റേഴ്സ് വിഭാഗമാണ്. ഹൈപ്പോക്സിയ ഇൻഡ്യൂസിബിൾ ഫാക്ടർ പ്രൊലൈൽ ഹൈഡ്രോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന പുതിയ ഗ്രൂപ്പ് മരുന്നാണ്. പുതിയ 2020കളിൽ വന്നിട്ടുള്ള മരുന്നാണ്. എല്ലാ മരുന്നുകളുടെയും പേര് അവസാനിക്കുന്നത് ഡുസ്റ്റാറ്റിലാണ്. പ്രത്യേകത ഓറൽ ഗുളികകൾ. സോ നമ്മൾ ഓൾറെഡി അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്താന്ന് പറഞ്ഞു. ദെൻ അയൺ പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈറ്റമിൻ B12 പറ്റി പറഞ്ഞു. ദെൻ ഓൾസോ ഫോളിക് ആസിഡ്. അപ്പോൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഹിമാറ്റിനിക്സ് ആണ് നമ്മൾ പറയുക ഈ രണ്ട് ഗ്രൂപ്പുകൾ വരുന്നത്. ദെൻ റിഫ്രാക്റ്ററി അനീമിയയിൽ നമ്മൾ മറ്റ് പലതൊക്കെ കൊടുക്കും. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് പോലുള്ളവയെ കൊടുക്കും. അത് നമ്മളിവിടെ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് എറിത്രോപോയിറ്റിനെ പറ്റി പറയാം. എറിത്രോപോയിറ്റിൻ നമ്മൾ സാധാരണ അബ്രിവിയ EPO എന്ന് എഴുതിയാൽ എറിത്രോപോയിറ്റിനായി. വേറെയും കുറച്ച് പേരുണ്ട്. ഹെമാറ്റോപോയിറ്റിൻ എന്ന് പറയുന്ന പേരുണ്ട്. ഹീമോപോയിറ്റിൻ. ഇതെല്ലാം എറിത്രോപോയിറ്റിൻ തന്നെയാണ്. ആൻഡ് ഇതുണ്ടാവുന്നത് കിഡ്നിയിൽ നിന്നാണ്. കിഡ്നിയിലെ നെഫ്രോൺസിലെ പെരിട്യൂബുലാർ സെൽസ്, ആ ട്യൂബുലാർ സെൽസ് ആയിട്ടുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോബ്ലാസ്റ്റ്, അവിടെ നിന്നാണ് ഇതുണ്ടാവുക. സാധാരണ നമ്മൾ പറയാം പെരിട്യൂബുലാർ സെൽസ് അവിടെ നിന്ന് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ശരിക്കും ഇൻഡസ്ട്രിയൽ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലിൽ നിന്നാണ് ഉണ്ടാവുക. ദെൻ കിഡ്നിയിൽ നിന്ന് മാത്രമല്ല ലിവറിൽ നിന്നും കുറച്ചുണ്ടാവുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ ഫീറ്റൽ ഡെവലപ്മെന്റൽ പീരീഡിലൊക്കെയാണ് ലിവറിൽ നിന്ന് ഉണ്ടാവുന്നത്. ആൻഡ് ഇത് എറിത്രോപോയിറ്റിൻ ഒരു ഗ്ലൈക്കോപ്രോട്ടീനാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സയാലോ ഗ്ലൈക്കോപ്രോട്ടീനാണ്. ആൻഡ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഏകദേശം ഒരു 34,000-ഓളമാണ്. ആൻഡ് ഇതൊരു ഹോർമോണാണ്, പ്രത്യേകം ഓർക്കുക. ആൻഡ് ഇത് RBC സിന്തസിസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എറിത്രോപോയിസിസ്. സോ RBC ഉണ്ടാക്കാനായിട്ട് വേണം. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ RBC ഉണ്ടാവില്ല. സോ അതിന് വേണ്ട ആവശ്യം വേണ്ട ഹോർമോൺ ആണ് ഇത്. ആൻഡ് ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ഓക്സിജൻ ഡെഫിഷ്യറ്റ് വന്നാൽ, ഓക്സിജന്റെ കുറവ് വന്നാൽ, അനീമിയ ഉണ്ടെങ്കിൽ വരാം. ദെൻ ഹൈപ്പോക്സിയ, എപ്പോഴെങ്കിലും ഹൈപ്പോക്സിക് കണ്ടീഷൻ വന്നാൽ, ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞാൽ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈപ്പോക്സിയ, നമ്മൾ വലിയ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ഇങ്ങനെയൊക്കെ സമയം വരുമ്പോഴത്തേക്കും ബ്ലഡിനകത്ത് ഓക്സിജൻ കുറയും. സോ അപ്പം നമ്മുടെ ഈ സെൽസ്, കിഡ്നിയിലെ സെൽസ് ഇത് സെൻസ് ചെയ്യും. സെൻസ് ചെയ്തിട്ട് ഇൻക്രീസ് എറിത്രോപോയിറ്റിൻ. അപ്പോഴത്തേക്കും എറിത്രോപോയിറ്റിന്റെ സെക്രീഷൻസ് കൂട്ടും. എറിത്രോപോയിറ്റിൻ നേരെ ബോൺ മാരോയിൽ പോയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി എറിത്രോപോയിറ്റിൻ ആക്ട് ചെയ്യുന്നത് എറിത്രോപോയിറ്റിൻ റിസപ്റ്റർ ആണ്. നമുക്ക് EPO റിസപ്റ്റേഴ്സ് എന്ന് പറയാം. റിസപ്റ്റേഴ്സ് 4 രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിഗൻ ഗേറ്റഡ് അയൺ ചാനൽസ് പഠിച്ചിട്ടുണ്ട്, G പ്രോട്ടീൻ പഠിച്ചിട്ടുണ്ട്, എൻസൈം ലിങ്ക്ഡ് പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ. സോ ഇതിൽ എൻസൈം ലിങ്ക്ഡിൽ വരുന്ന ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ അല്ല, ടൈറോസിൻ കൈനേസ് അസോസിയേറ്റഡ് റിസപ്റ്റർ. അതിൽ വരുന്ന ജാക്സ്റ്റാറ്റ് പാത്വേ. ജാക്സ്റ്റാറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും പഠിക്കുക ഏതായിരുന്നു? സൈറ്റോകൈൻസ് ഒക്കെ ആക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ജാക്സ്റ്റാറ്റിലെ JAK2-ൽ ആണ് ആക്ട് ചെയ്യുക. JAK2-ൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിൽ തന്നെ സ്റ്റാറ്റ് 5 ആണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജാക്സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ മതി. സോ ഇത് ചെന്നിട്ട് നേരെ അതിന്റെ ന്യൂക്ലിയസിൽ പോകുന്നു. ബോൺ മാരോ സെല്ലുകളിലുള്ള പ്രധാനപ്പെട്ട സെല്ലുകളുടെ ന്യൂക്ലിയസിൽ പോയിട്ട് അവിടെ നിന്ന് ഇറക്കി വിടറാ കൂടുതൽ സെല്ലുകൾ, RBC എറിത്രോസൈറ്റ്സ് കൂടുതലായിട്ട് 3 തരം പ്രവർത്തനമുണ്ട്. ഒന്ന്, അതിൽ നിന്ന് കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ സിന്തസിസ് നടന്നു. ദെൻ എറിത്രോബ്ലാസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ ഉണ്ടായ റെറ്റിക്കുലോസൈറ്റ്, ചെറിയ RBC നമ്മൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്നാണ് വിളിക്കുക, അതിനെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ടും സഹായിക്കും. സോ ഇങ്ങനെ 3 രീതിയിലും ഇത് ബ്ലഡിനകത്തുള്ള RBCയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഉള്ള RBC തന്നെ HBയും വർദ്ധിപ്പിക്കും. പക്ഷെ RBCയുടെ ലൈഫ് സ്പാൻ എന്നതൊന്നും ചെയ്യുന്നില്ല. സോ RBC കൂടുമ്പോൾ മോർ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. ജാക്സ്റ്റാറ്റ് പാത്വേ അല്ലാതെ ബോൺ മാരോ സെൽസിൽ PI3K ആക്ഷൻ ഉണ്ട്, RAS MPK കൈനേസ് ആക്ടിവേഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിമുലേറ്റ് കോളനി ഫോമിംഗ് സെൽസ് ഓഫ് എറിത്രോയിഡ് സീരീസ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഫാർമക്കോളജി കൂടുതൽ അറിയേണ്ടവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ റീകോംബിനന്റ് ടെക്നോളജി വഴി ഉണ്ടാക്കുന്ന, റീകോംബിനന്റ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആയിട്ടുള്ള RH എന്ന് എഴുതാം, EPO ആണ്, എറിത്രോപോയിറ്റിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതിൽ തന്നെ 2 തരം ഫേമസ്. വൺ ഈസ് EPO ആൽഫ ഉണ്ട്, എറിത്രോപോയിറ്റിൻ ആൽഫ ഉണ്ട്. ദെൻ എറിത്രോപോയിറ്റിൻ ബീറ്റ ഉണ്ട്, EPO ബീറ്റ. ആൽഫ ആൻഡ് ബീറ്റ ഇങ്ങനെ 2 ഇതുണ്ട്. ഇപ്പൊ ആൽഫയുടെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞാൽ എപ്പിജൻ, എപ്പിജൻ അതാണ് ആദ്യം വന്നെന്ന് തോന്നുന്നു. ദെൻ പ്രോക്രിറ്റ്, ഇതൊക്കെയാണ് ഫേമസ് ബ്രാൻഡ്സ്. ദെൻ ഇതിന്റെ ഫേമസ് ബ്രാൻഡ് നിയോ റിക്കോർമോണും പിന്നെ വെറും റിക്കോർമോണും അവൈലബിൾ ആണ്. ദെൻ ഇത് രണ്ടും നമ്മൾ കൊടുക്കുക IV ആയിട്ട് നമുക്ക് കൊടുക്കാം ഓർ സബ്ക്യൂട്ടീനിയസ്. സാധാരണ എപ്പോഴും സബ്ക്യൂട്ടീനിയസ് ആയിട്ടായിരിക്കും കൊടുക്കുക. ആൻഡ് ഇതിന്റെയൊക്കെ സാധാരണ ഹാഫ് ലൈഫ് 6 to 10 hours ആണ്, എങ്കിലും ദിവസങ്ങളോളം ഫലമുണ്ട്. ദെൻ പിന്നെ ഉള്ളത് എപ്പോയിറ്റിൻ സീറ്റ ഉണ്ട്. എപ്പോയിറ്റിൻ സീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എപ്പോയിറ്റിൻ ആൽഫയോ ബീറ്റയോ ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ എന്താ പറയാ, നമ്മളതിനെ ബയോസിമിലർ, ഞാൻ ബയോസിമിലർ
ബയോസിമിലർ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ബയോസിമിലർ എന്ന് വെച്ചാൽ വില കുറച്ച് വേറെ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ എന്ന് വെച്ചാൽ റെറ്റാക്രിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, സിലാപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇന്ത്യൻ ബ്രാൻഡുകളിൽ റീപ്രോസേഫ് ഉണ്ട്, ദെൻ എപ്പോസെറ്റ് ഉണ്ട്, റിപ്പോസിറ്റിൻ ഉണ്ട്, എപ്പോസിറ്റ് ഉണ്ട്, ഉവിപോക്സ് ഉണ്ട്, ദെൻ റിലയൻസിന്റെ റെലിപ്പോയിറ്റിൻ ഉണ്ട്, ദെൻ സൈറോ, പെറിക്കാൻ, വിൻറ്റോർസോ. ഇതെല്ലാം സെയിം ആസ് എപ്പോയിറ്റിൻ, ആൽഫയോ ബീറ്റയോ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ സീറ്റ എന്ന് വിളിക്കാൻ കാരണം ദീസ് ആർ ബയോസിമിലേഴ്സ് ആണ്. ലൈസൻസ് കഴിഞ്ഞുകൊണ്ട് ആർക്കുണ്ടാക്കാവുന്ന രീതിയിൽ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ വില കുറയും, അതാണ് അതിന്റെ ഗുണം. ദെൻ ഇതിന്റെ ഇനി പെഗൈലേറ്റഡ് വേരിയൻസ് ഉണ്ട്. പെഗൈലേറ്റഡ് എന്ന് വെച്ചാൽ പോളി എത്തിലിൻ ഗ്ലൈക്കേറ്റഡ് ഫോം ആണ് പെഗൈലേഷൻ എന്ന് നമ്മൾ പറയും. സോ ലോങ് ആക്ടിംഗ് ഫോർമുലേഷൻ ആണ്, ലോങ് ആക്ടിംഗ്. അതിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് മിർസറയാണ്. മിർസറ എന്ന് പറയുന്നത് ദിസ് പെഗൈലേറ്റഡ് എറിത്രോപോയിറ്റിൻ ബീറ്റ. ആൻഡ് ഇതിനകത്ത് മീതോക്സി പോളി എത്തിലിൻ ഗ്ലൈക്കോൾ ആണ് ഇതിൽ ഉപയോഗിക്കുക. ആൻഡ് ഈ സംഭവമാണ് മിർസറയാണ് മോസ്റ്റ് ലോങ് ആക്ടിംഗ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് മിർസറയാണ്. അതിന്റെ ആക്ഷൻ ഈസ് ഫോർ 135 hours ഓഫ് ലോങ് ഹാഫ് ലൈഫ് ആണ് സാധനത്തിന് ഉള്ളത്. ആൻഡ് അത് ഒരു 12.5 മില്ലിഗ്രാമിൽ തുടങ്ങുന്നുണ്ട്. 25 to 250 മൈക്രോഗ്രാംസ് ഒക്കെ ഇഞ്ചക്ഷൻ ആണ്. ദെൻ ഇത് പെഗൈലേറ്റഡ് ആൽഫയും വരുന്നുണ്ട്. വേറെ എറിത്രോപോയിറ്റിൻ കൂടി ലഭ്യമാണ്. അത് എറിത്രോപോയിറ്റിൻ ആൽഫയുടെ തന്നെ ഒരു വെറൈറ്റി ആണ്. അതിനെ നമ്മൾ വിളിക്കുക ഡാർബിപോയിറ്റിൻ ആൽഫ ആണ് അത് സാധനം. ഓക്കെ, അരാനസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു പേര്. ദെൻ ഇതൊരു ഹൈപ്പർ ഓർ ഹൈലി ഗ്ലൈക്കോസിലേറ്റഡ് ആയിട്ടുള്ള പോയിറ്റിൻ ആണ് സാധനം. ആൻഡ് റീ എഞ്ചിനീയർഡ് വേർഷൻ വെച്ചാൽ ഒരു 5 അമിനോ ആസിഡിലെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇൻസുലിൻ ലിസ്പ്രോ, ഇൻസുലിൻ അസ്പാർട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താണ് ഡാർബോപോയിറ്റിൻ ആൽഫ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലോങ് ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 3 times സാധാരണയേക്കാൾ 3 times ഹാഫ് ലൈഫ് കൂടുതലുണ്ട് ഈ മരുന്നിന്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മിർസറയോടോളം ഇല്ല. സാധാരണ ഒരു 65 to 70 hours വരെയൊക്കെ ഹാഫ് ലൈഫ് ഉണ്ട്. ആൻഡ് ഇന്ത്യയിൽ ഇതിന്റെ ഡോക്ടർ റെഡ്ഡീസ് ഇതിന്റെ ക്രിസ്പ് എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2010 പുറത്തിറക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ മതി. മിർസറയും അങ്ങനെയൊക്കെ മതി. സബ്ക്യൂട്ടേനിയസ് ഓർ IV ആയിട്ടായിരിക്കും കൊടുക്കുക. സാധാരണ നമ്മൾ എപ്പോഴും ആൽഫ ബീറ്റ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും സാധാരണ ആഴ്ചയിൽ 2 to 3 തവണ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. നമ്മൾ ഡയാലിസിന് വരുന്ന ആ സമയത്തായിരിക്കും കൊടുക്കുക. അപ്പൊ ഡിപ്പെൻസ് ഓൺ ഹീമോഗ്ലോബിൻ വാല്യൂ ആണ്. എന്തായാലും ഹീമോഗ്ലോബിൻ വാല്യൂ 8 ആണെങ്കിലാണ് നമ്മൾ കൊടുക്കുക. 10 മുകളിലാണെങ്കിൽ കൊടുക്കാറില്ല. എങ്കിലും 12 നമ്മൾ വെച്ച് 12 മുകളിലാണെങ്കിൽ ഒട്ടും കൊടുക്കാതിരിക്കും. ഓക്കെ, സാധാരണ ഈ മരുന്നുകളൊക്കെ യൂണിറ്റ്സ് പറയുക ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ചിലത് മൈക്രോഗ്രാംസിലൊക്കെയാണ് നമ്മൾ പറയുക. ആൻഡ് ഇത് കൊടുക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ CKD ക്രോണിക് കിഡ്നി ഡിസീസസിലാണ് അല്ലെ, അല്ലെങ്കിൽ ESRD എന്ന് പറയാം, എൻ സ്റ്റേജ് റീനൽ ഡിസീസസ് ഓർ എൻ സ്റ്റേജ് റീനൽ ഫെയിലിയർ. സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്ക് എന്തായാലും കിഡ്നി അവർ വർക്ക് ചെയ്യുന്നില്ല. സോ അവർക്ക് എറിത്രോപോയിറ്റിൻ ഇല്ല, അനീമിയ ഉണ്ട്. സോ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ ഡയാലിസിന് വരുമ്പോഴായിരിക്കും സാധാരണ രീതിയിൽ ഈ മരുന്ന് കൊടുക്കുക. ദെൻ അനീമിയ തന്നെ ഇൻ എയ്ഡ്സ് പേഷ്യൻസ് അല്ലെ, എയ്ഡ്സ് ഉള്ള ആൾക്കാർ, HIV ഉള്ള ആൾക്കാരിൽ ഇപ്പൊ നമ്മൾ സിഡോവുഡിൻ പോലെയുള്ള മരുന്നുകളൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അനീമിയ ഉണ്ടാകും. സോ അപ്പോൾ നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ ഒരു ഉപയോഗം അനീമിയ ഇൻ ക്യാൻസറിലാണ്. അനീമിയ ഇൻ ക്യാൻസർ ഉള്ള രോഗികളിൽ ചിലപ്പോൾ അനീമിയ വരാം. ഇപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ അല്ലെ, ക്യാൻസർ ഓഫ് ബോൺ മാരോ. അപ്പോൾ RBC ഫംഗ്ഷൻ ഒക്കെ കുറവായിരിക്കും, അനീമിയ ഉണ്ടാകാം. ദെൻ വേറൊരു ഉപയോഗം പറയുന്നത് ഓട്ടോലോഗസ്, സ്വന്തമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണ് ഡ്യൂറിങ് സർജറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പ് നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് വെച്ചിട്ട് സർജറിക്ക് ശേഷം നമ്മുടെ ബ്ലഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുത്തിവെക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന് RBC ഒക്കെ പ്രൊഡക്ഷൻ വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച്. ഇനി ഏത് തരം യൂസ് ആയാലും EPO കൊടുക്കുന്നുണ്ടോ, EPO കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അയൺ ഫോർമുലേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്നുകിൽ ഓറൽ അയൺ ഫോർമുലേഷൻ സ്ഥിരമായിട്ടായിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. എനിവേ വി ഹാവ് ടു ഗിവ് അയൺ സപ്ലിമെന്റേഷൻ. കാരണം ഒരുപാട് RBC പെട്ടെന്ന് ഉണ്ടായി വരുമ്പോഴത്തേക്കും, പ്രൊഡക്ഷനിൽ സ്റ്റിമുലേറ്റ് ചെയ്തുണ്ടായി വരുമ്പോഴത്തേക്കും അതിനെല്ലാം നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ടുള്ള ബ്ലഡിനകത്ത് അയൺ വേണം. സോ അപ്പൊ നമുക്ക് അയൺ ധാരാളമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് കൊടുക്കണം. ഈ സാധാരണ രീതിയിൽ എപ്പോയിറ്റിൻസ് ആർ നോട്ട് ഇമ്മ്യൂണോജനിക്. ഒരു ഇമ്മ്യൂണോജനിക് അല്ല ഈ മരുന്ന്. അതുകൊണ്ട് അലർജിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപൂർവമാണ്. അലർജി ഉണ്ടാവില്ല സാധാരണ. ദെൻ സാധാരണ സൈഡ് എഫക്റ്റ് മൈഡ്സ് ആണ്. ഉദാഹരണത്തിന് ജോയിന്റ് പെയിൻ വേണമെങ്കിൽ വരാം, വോമിറ്റിംഗ് വരാം. ദെൻ ഹെഡ് ഏക്ക് ആണ് ചിലപ്പോഴെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുക. തലവേദന, ചിലപ്പോൾ കഠിനമായിട്ടുള്ള തലവേദന, ക്ലസ്റ്റർ മൈഗ്രെയിൻ, മറ്റു മരുന്നുകളൊന്നും കൊടുത്തിട്ട് ഫലമില്ലാത്ത രീതിയിലുള്ള ക്ലസ്റ്റർ മൈഗ്രെയിൻ പോലെയുള്ള മൈഗ്രെയിനീസ് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് ഉണ്ടാകാം. ദെൻ സാധാരണ ഉണ്ടാകുന്നത് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ്. അത് നമുക്ക് ജോയിന്റ് പെയിനും മസിൽ പെയിനൊക്കെ അതിനകത്ത് പെടുത്താം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെയുള്ള പ്രശ്നം പെട്ടെന്ന് ബ്ലഡ് ഇൻഡിസസ് ഒക്കെ വരുമല്ലേ, ഹിമാറ്റോക്രിറ്റ് വാല്യൂ അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് RBC അങ്ങോട്ട് വരികയാണ്. സോ ബ്ലഡ് വെസലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
സോ അപ്പോൾ ക്ലോട്ട് ഫോർമേഷനകത്ത് കൂടാം, പ്രത്യേകിച്ച് ഏവിഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ത്രോംബോ എംബോളിക് ഇവന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ്. ആൻഡ് പിന്നെ ഒരു പ്രശ്നം സാധാരണ BP ബ്ലഡ് പ്രഷർ ക്യാൻ ബി റൈസ്. ഇനി ചിലപ്പോഴെങ്കിലും ഈ ബോൺ മാരോ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർ അവർക്കൊക്കെ ഓൾറെഡി EPO അവരുടെ ബോഡിയിൽ റൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ EPO കൊണ്ട് കൊടുത്താലും സാധാരണ രീതിയിൽ അത്ര ഫലം ഉണ്ടാവണമെന്നില്ല. ഇനി അടുത്ത ഗ്രൂപ്പ് മരുന്ന് നമ്മൾ പറഞ്ഞത് HIF-PH ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. അത് ഹിമാറ്റിനിക്സ് ആണ്. അതിന്റെ ഫുൾ പേര് ഹൈപ്പോക്സിയ, H ഫോർ ഹൈപ്പോക്സിയ. ഇൻഡ്യൂസിബിൾ എന്ന് വെച്ചാൽ ഹൈപ്പോക്സിയ മൂലമുള്ള ഒരു ഫാക്ടർ ഉണ്ടാകുന്നുണ്ട്. ഹൈപ്പോക്സിയ ഇൻഡ്യൂസിബിൾ ഫാക്ടർ പ്രോലൈൽ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ അതിനെ തടയുന്ന മരുന്നുകളാണ് ഇൻഹിബിറ്റേഴ്സ്. ഇതൊരു പുതിയ ഗ്രൂപ്പ് മരുന്നാണ്. ഞാൻ പറഞ്ഞ 2020 അല്ലെങ്കിൽ 2015 ശേഷം എത്തിയതാണ്. പല മരുന്നുകളും ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ടൊക്കെ അംഗീകാരം ഫുള്ളൊന്നുമല്ല കിട്ടി വരുന്ന മരുന്നുകളാണ്. സോ HIF-PH ഇൻഹിബിറ്റേഴ്സ് ആണ്, പുതിയ മരുന്നുകളാണ്. ആൻഡ് ദീസ് ആർ ഓറൽ, ഗുളികകളാണ്. സോ ഇത് ഹൈപ്പോക്സിയ മൂലം ഉണ്ടാകുന്ന ഹൈപ്പോക്സിയ ഇൻഡ്യൂസിബിൾ ഫാക്ടേഴ്സിനെ, ഇതൊരു ഹൈപ്പോക്സിയ മൂലം ഒരു ഫാക്ടർ ഉണ്ടായിരുന്നായിരിക്കാം. ആൻഡ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇത് ഒരാളൊന്ന് ഡീഗ്രേഡ് ചെയ്യുക, അതിനെ തടയുന്ന മരുന്നുകളാണ്. അപ്പോൾ ഹൈപ്പോക്സിയ ഇൻഡ്യൂസിബിൾ ഫാക്ടർ അവിടെ ഉണ്ടാകും. സോ ദിസ് ക്യാൻ ഇൻഡ്യൂസ് എറിത്രോപോയിറ്റിൻ സിന്തസിസ് വർദ്ധിപ്പിക്കാം. സോ എറിത്രോപോയിറ്റിന്റെ സിന്തസിസ് വർദ്ധിപ്പിക്കുന്ന ചില സാധനങ്ങളെ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ആൾക്കാരെ തടയുന്ന മരുന്നുകളാണ് ദിസ് HIF-PH ഇൻഹിബിറ്റേഴ്സ് എന്ന്. സോ ഉപയോഗം ക്രോണിക് കിഡ്നി ഡിസീസിലാണ്, CKD-യിലാണ് ഇതിന്റെ ഉപയോഗം. ഡയാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്തവരിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളാണ് ഇവ. എല്ലാ മരുന്നുകളും അവസാനിക്കുന്നത് ഡുസ്റ്റാറ്റ് എന്ന പേരിലാണ്. ഡുസ്റ്റാറ്റ് ആണ് ഇത് അവസാനിക്കുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡാപ്രോ ഉണ്ട്, ഡുസ്റ്റാറ്റ് US-ലും ജപ്പാനിലും അംഗീകരിക്കപ്പെട്ടതാണ്. ദെൻ ഇനാറോ ഡുസ്റ്റാറ്റ് ജപ്പാനിലാണുള്ളത്. ദെൻ മോളി ഡുസ്റ്റാറ്റ് ഉണ്ട്. മോളി ഡുസ്റ്റാറ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, ഇത് മൃഗങ്ങളിൽ കാറ്റിലൊക്കെയാണ് ഉപയോഗിക്കുക. ദെൻ ഞാൻ എഴുതി മാത്രമേ ഉള്ളൂ. റോക്സാ ഡുസ്റ്റാറ്റ് ഉണ്ട്, ഇത് ചൈനയിൽ പണ്ടേ അവൈലബിൾ ആണ്. ദെൻ പിന്നെ വഡാ ഡുസ്റ്റാറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടുണ്ട്, US അംഗീകരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അംഗീകരിച്ചിട്ടുള്ള. ഓക്കെ, സോ ഇതിന്റെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ത്രോംബോട്ടിക് വാസ്കുലാർ ഇവന്റ്സ് കൂടാം. ദെൻ ഡെഫിനറ്റ്ലി ബ്ലഡ് പ്രഷറും കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം എറിത്രോപോയിറ്റിൻ ഇൻക്രീസ് ചെയ്യുന്ന മരുന്നുകളാണ്. സോ പുതിയ മരുന്നുകളാണ്, കൂടുതൽ വിവരങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഉപയോഗം ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇങ്ങനെ ഒരു മരുന്ന് ഗ്രൂപ്പുകൾ കൂടിയുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹിമാറ്റിനിക്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.